ഹായ്, ഞാൻ അരവിന്ദാണ്. സോ നമുക്ക് ഇവിടെ പഠിക്കേണ്ടത് ജി എസ് ടിയുടെ പ്രാക്ടിക്കൽ കാര്യങ്ങളാണ്. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ജി എസ് ടി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രാക്ടിക്കൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ടോ അതെല്ലാം പഠിക്കാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിന് ജി എസ് ടി രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാം. അതായത് ജി എസ് ടിയുടെ ഗവൺമെൻറ് സൈറ്റുണ്ട്. ആ ഗവൺമെൻറ് സൈറ്റിൽ കയറി രജിസ്ട്രേഷൻ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അതുപോലെ ഒരു സ്ഥാപനത്തിന് ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ ജി എസ് ടി നമ്പർ അപ്രൂവ് ആയാൽ നിർബന്ധമായിട്ടും എല്ലാ മാസവും ജി എസ് ടി റിട്ടേൺസ് ഫയൽ ചെയ്യണം. അപ്പോൾ ആ റിട്ടേൺസൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത്? പ്രധാനമായിട്ടും ജി എസ് ടി ആർ 1, ജി എസ് ടി ആർ 3B, ജി എസ് ടി ആർ 9, 9C, ജി എസ് ടി ആർ 4 എന്നിവയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ആപ്ലിക്കേഷൻ വരുന്ന എല്ലാ പ്രാക്ടിക്കൽ കാര്യങ്ങളും നമ്മൾ പഠിച്ചെടുത്താൽ മറ്റാരുടെയും ആശ്രയം ആവശ്യമില്ല, നമുക്ക് തന്നെ സെൽഫായി ചെയ്യാൻ സാധിക്കും. സോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വരുന്ന 10 ഡേയ്സ് ക്ലാസ്സിൽ പഠിക്കാൻ സാധിക്കും. എല്ലാ ക്ലാസ്സിലും ഞാനായിരിക്കും പഠിപ്പിക്കുന്നത്. എൻ്റെ പേര് അരവിന്ദാണ്. ഞാനിപ്പോൾ ലാസ്റ്റ് 10 വർഷമായിട്ട് ജി എസ് ടി അതുപോലെ ഇൻകം ടാക്സ് എന്നിവ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ജി എസ് ടി ഇൻകം ടാക്സിൻ്റെ ട്രെയിനിങ്ങും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ഈ 10 ഡേയ്സ് ക്ലാസ് സൂം പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് ലൈവ് ക്ലാസ്സാണ്. ഇത് നിങ്ങൾ കംപ്ലീറ്റ് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഏതൊരു ബിസിനസ് സ്ഥാപനത്തിൻ്റെയും ജി എസ് ടി ബന്ധപ്പെട്ട കംപ്ലീറ്റ് പ്രാക്ടിക്കൽസ് സെൽഫായിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും. ക്ലിയർ അല്ലേ? നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് പഠിക്കേണ്ടത് ജി എസ് ടിയുടെ പ്രാക്ടിക്കൽ ഏരിയാസാണ്. ജി എസ് ടിയിൽ എന്തെല്ലാം പ്രാക്ടിക്കൽ കാര്യങ്ങൾ പഠിക്കേണ്ടി വരുന്നുണ്ട് നമുക്കൊന്ന് നോക്കാം. അതായത് ഇപ്പോൾ ജി എസ് ടി രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതൊരു പ്രാക്ടിക്കൽ കാര്യമാണ്. അത് നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. അതിപ്പോൾ ഏത് ടൈപ്പ് സ്ഥാപനമാണെങ്കിലും, പ്രൊപ്രൈറ്റർഷിപ്പ് സ്ഥാപനമായിക്കോട്ടെ, ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനമായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കമ്പനി ആയി രജിസ്റ്റർ ചെയ്യപ്പെട്ട സ്ഥാപനമായിക്കോട്ടെ, ഏത് ടൈപ്പ് സ്ഥാപനമാണെങ്കിലും അതിന് എന്തെല്ലാം ഡോക്യുമെൻസാണോ ആവശ്യം വരുന്നത് അതെല്ലാം മനസ്സിലാക്കി രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ പഠിക്കും. ക്ലിയർ അല്ലേ? യെസ്. സോ അതിന് ജി എസ് ടിയുടെ ഗവൺമെൻറ് സൈറ്റുണ്ട്. ആ ഗവൺമെൻറ് സൈറ്റിനകത്ത് കയറിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതൊക്കെ ചെയ്യാൻ പഠിക്കുന്നത്. അതായത് www.gst.gov.in ഇതാണ് ഗവൺമെൻറ് സൈറ്റ്. അതിനകത്ത് കയറിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് ആദ്യമായിട്ട് ഈ 10 ഡേയ്സ് ക്ലാസ്സിൽ പഠിക്കേണ്ട പ്രാക്ടിക്കൽ കാര്യം. ദെൻ രണ്ടാമത് പഠിക്കേണ്ട കാര്യം എന്താണ്? നിങ്ങൾ സങ്കല്പിക്കുക, നമ്മുടെ സ്ഥാപനം ജി എസ് ടി രജിസ്റ്റേർഡായി മാറി. നമ്മുടെ ബിസിനസ് സ്ഥാപനം ജി എസ് ടിയിലെ രജിസ്റ്റേർഡായി മാറി സങ്കല്പിക്കുക. അപ്പം നമുക്കൊരു ജി എസ് ടി നമ്പറൊക്കെ അപ്രൂവ് ആകും. അങ്ങനെ രജിസ്റ്റേർഡ് സ്ഥാപനമാണെങ്കിൽ നിർബന്ധമായിട്ടും എല്ലാ മാസവും നിർബന്ധമായിട്ടും ജി എസ് ടി റിട്ടേൺസ് ഫയലിംഗ് ചെയ്യേണ്ടതാണ്. ക്ലിയർ അല്ലേ? നമ്മുടെ സ്ഥാപനം ജി എസ് ടി രജിസ്റ്റേർഡായി മാറിയെങ്കിൽ നിർബന്ധമായിട്ടും എല്ലാ മാസവും ജി എസ് ടി റിട്ടേൺസ് ഫയലിംഗ് ചെയ്യണം. ഒരു മാറ്റവുമില്ല. അതിപ്പോൾ ബിസിനസ് നടന്നാലും നടന്നില്ലെങ്കിലും റിട്ടേൺ ഫയലിംഗ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ബിസിനസ് നടന്നുവെങ്കിൽ ഇന്ന കാര്യങ്ങൾ നടന്നു എന്ന് അതോറിറ്റി അറിയിക്കുക. ബിസിനസ് നടന്നിട്ടില്ല എങ്കിൽ നടന്നിട്ടില്ല ഈ മാസം എന്ന് അതോറിറ്റി അറിയിക്കുക. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ ആ ഒരു മാസം എന്തെല്ലാം നടന്നു എന്ന് അതോറിറ്റിയെ ഓൺലൈനായിട്ട് അറിയിക്കുന്ന ഒരു ഓൺലൈൻ പ്രോസസ്സാണിത് റിട്ടേൺ ഫയലിംഗ് എന്ന് പറയുമ്പോൾ. ക്ലിയർ അല്ലേ? പ്രധാനമായിട്ടും 2 റിട്ടേൺസാണ് വരുന്നത്. 2 റിട്ടേൺസാണ് നമുക്ക് വരുന്നത്. എന്താ ഈ റിട്ടേൺസ്? മറ്റൊന്നുമല്ല, നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ ആ ഗവൺമെൻറ് സൈറ്റില്ലേ, www.gst.gov.in, ആ ഗവൺമെൻറ് സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ
അവിടെ 2 ഓൺലൈൻ ഫോം കാണാൻ സാധിക്കും. 2 ഫോം കേട്ടോ, 2 ഫോംസ് കാണാൻ സാധിക്കും. ഈ ഫോം എന്താ? ഡാറ്റ ഫില്ല് ചെയ്യുന്ന ഫോമാണ്. അപ്പോൾ ആ ഡാറ്റ ഫില്ല് ചെയ്യുന്ന ഫോമിനകത്ത് കൃത്യമായ കാര്യങ്ങൾ, ആ സ്ഥാപനത്തിൽ നടന്ന കാര്യങ്ങൾ യഥാക്രമത്തിൽ ഫില്ല് ചെയ്യുക. ഫില്ലാക്കിയ ശേഷം അവിടെ സബ്മിറ്റ് ബട്ടൺ ഉണ്ട്, ആ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൺലൈൻ സബ്മിഷനായി. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? റിട്ടേൺ ഫയലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ 2 റിട്ടേൺസ് നമുക്ക് മന്ത്ലി ഫയൽ ചെയ്യണം. 2 റിട്ടേൺസ് നമുക്ക് മന്ത്ലി ഫയലിംഗ് ചെയ്യേണ്ടതാണ്. ഓക്കെ, 2 റിട്ടേൺസ് മന്ത്ലി ഫയലിംഗ് ചെയ്യുക എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്തോ 2 കാര്യങ്ങൾ നമ്മൾ അതോറിറ്റിയെ അറിയിക്കുന്നു. ആ മാസം നമ്മുടെ സ്ഥാപനത്തിൽ നടന്ന എന്തോ 2 കാര്യങ്ങൾ അതോറിറ്റി അറിയിക്കുന്നു ഓൺലൈനായിട്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഓക്കെ അല്ലേ? സോ ഞാൻ ആദ്യം പറഞ്ഞു, നമുക്ക് ഈ 10 ഡേയ്സ് വരുന്ന ക്ലാസ്സിൽ പ്രാക്ടിക്കലാണ് പഠിക്കേണ്ടത്. അതിൽ ആദ്യമായിട്ട് പഠിക്കേണ്ട പ്രാക്ടിക്കൽ കാര്യം എന്താണ്? രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാമെന്നാണ്. ശേഷം രജിസ്റ്റേർഡ് സ്ഥാപനമായി മാറിയാൽ നിർബന്ധമായിട്ടും 2 റിട്ടേൺസ് മന്ത്ലി ഫയൽ ചെയ്യണം. ഓക്കെ, ആ 2 റിട്ടേൺ ഫയലിംഗ് എന്ന് പറയാൻ എന്താ ഉദ്ദേശിക്കുന്നത്? എന്തോ 2 കാര്യങ്ങൾ, നമ്മുടെ സ്ഥാപനത്തിൽ നടന്ന എന്തോ 2 കാര്യങ്ങൾ അതോറിറ്റിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓൺലൈനായിട്ട് അറിയിക്കുന്നു എന്നാ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഇനി എന്താ അറിയേണ്ടത്? ഇനി അറിയേണ്ടത് ആ 2 റിട്ടേൺ ഫോമിൻ്റെ പേരെന്താണ് അല്ലേ? അതറിയേണ്ടത്. നോക്കാലോ. ഒന്നാമത്തെ ഫോമിൻ്റെ പേര് GSTR, GST റിട്ടേൺ, GSTR1 എന്ന് പറയും. ക്ലിയർ? രണ്ടാമത്തെ ഫോമിൻ്റെ പേര് GSTR3B, GSTR3B എന്ന് പറയും. അപ്പോൾ GSTR1ഉം GSTR3Bയുമാണ് ആ 2 റിട്ടേൺസ്. അപ്പോൾ നമുക്ക് റിട്ടേൺ ഫോമിൻ്റെ പേര് മനസ്സിലായി. ഇനി അറിയേണ്ടത് GSTR1 എന്ന റിട്ടേൺ ഫയലിങ്ങിലൂടെ എന്ത് കാര്യമാണ് നമ്മൾ അതോറിറ്റിയെ അറിയിക്കുന്നത് അല്ലേ? അതുപോലെ GSTR3B എന്ന ഫയലിങ്ങിലൂടെ എന്ത് കാര്യമാണ് അതോറിറ്റി അറിയിക്കുന്നത്, അങ്ങനെ മനസ്സിലാക്കണം. GSTR1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ ആ ഒരു മാസം നടന്ന സെയിൽസ് ഡീറ്റെയിൽസ് ആണ് അതോറിറ്റി അറിയിക്കേണ്ടത്. അപ്പോൾ സെയിൽസ് ഡീറ്റെയിൽസ് മാത്രം കാണിക്കാൻ വേണ്ടി അനുവദിക്കപ്പെട്ട ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സെയിൽസ് സ്റ്റേറ്റ്മെൻ്റാണ് ഇത് GSTR1. GSTR1ൻ്റെ ആവശ്യം എന്താണ്? സെയിൽസ് ഡീറ്റെയിൽസ് മാത്രം അതോറിറ്റി അറിയിക്കണം ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? അപ്പം നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഈ മാസത്തെ GSTR1 ഫയൽ ചെയ്തോ ചോദിച്ചാൽ എന്ത് പറയണം? എന്ത് മനസ്സിലാക്കണം? അവിടെ നിങ്ങളുടെ ആ മാസത്തെ സെയിൽസ് ഡീറ്റെയിൽസ് അതോറിറ്റിയെ അറിയിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെയിൽ ബന്ധപ്പെട്ട കാര്യം മാത്രമാണ് GSTR1 കാണിക്കേണ്ടത്. എങ്കിൽ പോലും സെയിൽ മാത്രമാണ് GSTR1 കാണിക്കേണ്ടതെങ്കിൽ പോലും ഈ GSTR1 എന്ന് പറയുന്ന ഓൺലൈൻ റിട്ടേൺ ഫോമിനകത്ത് ടോട്ടൽ 23 ടേബിൾ വരുന്നുണ്ട്. 23 ടേബിൾ വരുന്ന ഒരു ഡീറ്റെയിൽഡ് സെയിൽസ് സ്റ്റേറ്റ്മെൻ്റാണ് GSTR1. ഈ 23 ടേബിളും സെയിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം കാണിക്കാൻ വേണ്ടിയുള്ളതാണ്. അതായത് സെയിൽസ് ഡീറ്റെയിൽസ് പല രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? GSTR1 റിപ്പോർട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ B2B സെയിൽ. എന്താ B2B സെയിൽ? ബിസിനസ് ടു ബിസിനസ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് GST ഉണ്ടല്ലോ അല്ലേ? നമ്മളെപ്പോലെ GST രജിസ്റ്റേർഡ് ആയിട്ടുള്ള മറ്റൊരു കസ്റ്റമർക്ക് നടത്തിയ സെയിലാണ് B2Bയിൽ കാണിക്കേണ്ടത്. GSTR1 23 ടേബിൾ ഉണ്ട് സെയിൽ ബന്ധപ്പെട്ട്. അതിലൊരു ടേബിൾ പേരെന്താ? B2B എന്നാണ്. ആ B2Bയിൽ എന്താ കാണിക്കേണ്ടത്? GST രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കച്ചവടക്കാരന് നടത്തിയ സെയിലാണ് B2Bയിൽ കാണിക്കേണ്ടത്. അതുപോലെ B2C ഉണ്ട്. എന്താ B2C? ബിസിനസ് ടു കസ്റ്റമർ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ GST രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരു കസ്റ്റമർക്ക് നടത്തിയ സെയിലാണ് എന്ത് ചെയ്യേണ്ടത്? B2Cയിൽ കാണിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ
പല രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, സെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. B2B ഉണ്ട്, B2C ലാർജ് ഉണ്ട്, B2C സ്മാൾ ഉണ്ട്, എക്സ്പോർട്ട് ഉണ്ട്, ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് ടു രജിസ്റ്റേർഡ് കസ്റ്റമർ, ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് ടു അൺരജിസ്റ്റേർഡ് കസ്റ്റമർ, അതുപോലെ നിൽ റേറ്റ്, എക്സംറ്റ്, നോൺ GST സെയില്, അതുപോലെ HSN കോഡ്, SAC കോഡ്, അതുപോലെ ഡോക്യുമെൻറ്റ്സ് ഇഷ്യൂഡ്, ECO ഇ കൊമേഴ്സ് ബന്ധപ്പെട്ട സപ്ലൈ, അതുപോലെ ടാക്സ് ലയബിലിറ്റി അഗെയിൻസ്റ്റ് അഡ്വാൻസ്, അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് അഡ്വാൻസ്, അമെൻമെൻറ്റ്, അങ്ങനെ വരുന്ന 23 ടേബിൾ വരുന്ന ഡീറ്റെയിൽഡ് സെയിൽസ് സ്റ്റേറ്റ്മെൻറ്റാണ് ഏത്, GSTR1. നമ്മൾ GSTR1 പഠിക്കുമ്പോൾ അതിനകത്ത് വരുന്ന 23 ടേബിളും ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യും, എക്സൽ എഴുതി പഠിക്കും. കംപ്ലീറ്റ് 23 ടേബിളും പഠിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, GST സൈറ്റ് ഓപ്പൺ ചെയ്ത് GSTR1 എങ്ങനെ ഓൺലൈൻ ഫയൽ ചെയ്യാമെന്ന് പഠിക്കത്തുള്ളൂ. ക്ലിയർ അല്ലേ? അല്ലാതെ ഈ 23 ടേബിളും എന്താണെന്ന് അറിയാതെ ഡയറക്റ്റ് ഓൺലൈൻ സൈറ്റ് ഓപ്പൺ ആക്കി നോക്കിയാൽ നമുക്കൊന്നും മനസ്സിലാവത്തില്ല. ക്ലിയർ അല്ലേ? യെസ്, നമ്മൾ പഠിക്കും. ദെൻ ഈ GSTR1 എന്നാ ഫയലിംഗ് ചെയ്യേണ്ടത്? ഡ്യൂ ഡേറ്റ് എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് മന്ത് 11th ആണ് എന്ന് പറയുമ്പോൾ ഇതേത് മാസം? ഈ മാസം ഇപ്പോൾ ജനുവരി മാസമാണ്. ഈ മന്തിൻ്റെ GSTR1 ചെയ്യേണ്ടത് നെക്സ്റ്റ് മന്താണ്. അതായത് ഏതാ? ഫെബ്രുവരി മാസം 11th എന്ന് പറഞ്ഞാൽ ജനുവരി മാസം 1 മുതൽ ജനുവരി മാസം 31 വരെ നമ്മുടെ സ്ഥാപനത്തിൽ നടന്ന സെയിൽസ് ഡീറ്റെയിൽസ് GSTR1 എന്ന ഫോമിൽ ഡാറ്റ എൻ്റർ ചെയ്ത് നെക്സ്റ്റ് മന്തായ ഫെബ്രുവരി മാസം 1 മുതൽ ഫെബ്രുവരി മാസം 11 എന്ത് ചെയ്യുക? ഫയലിംഗ് ചെയ്യേണ്ടതാണ്. ക്ലിയർ അല്ലേ? യെസ്. സോ രണ്ടാമത്തെ ഫോമാണ് ഏത്? GSTR3B. GSTR1 ചെയ്ത ശേഷമാണ് 3B ചെയ്യേണ്ടത്. 3B എന്ന ഫോമിൻ്റെ ആവശ്യം ആ മാസം എത്ര GST ആണ് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ GST പേയ്മെൻറ്റ്, ടാക്സ് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം അനുവദിക്കപ്പെട്ട ഒരു മന്ത്ലി റിട്ടേൺ ഫോമാണ് ഈ GSTR3B. GSTR3B കൊണ്ട് മറ്റൊരു ആവശ്യവുമില്ല, ടാക്സ് അടയ്ക്കുക മാത്രമാണ് 3Bൻ്റെ പർപ്പസ്. ക്ലിയർ അല്ലേ? അതുകൊണ്ട് തന്നെ GSTR1 പോലെ ഒരു ഡീറ്റെയിൽഡ് ഫോമൊന്നുമല്ല 3B ഒരു സമ്മറി ഫോമാണ്. ക്ലിയർ അല്ലേ? ഒരു സമ്മറി റിട്ടേൺ ഫോമാണ് GSTR3B. ക്ലിയർ? അതുകൊണ്ട് തന്നെ 3Bക്കകത്ത് GSTR1 23 ടേബിളൊന്നും 3Bയിലില്ല. 3Bയിൽ ജസ്റ്റ് എത്രയേ ഉള്ളൂ? ജസ്റ്റ് 6 ടേബിൾ മാത്രമേ വരുന്നുള്ളൂ. നമ്മൾ എന്ത് ചെയ്യും? ആ 6 ടേബിളും പഠിക്കും. ഓക്കെ അല്ലേ? യെസ്. സോ ഇതുവരെ പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? നമ്മുടെ ക്ലാസ് 10 days ആണ്. 10 daysൽ നമ്മൾ പ്രാക്ടിക്കൽ കാര്യങ്ങളാണ് പഠിക്കുന്നത്. ആദ്യമായിട്ട് പഠിക്കുന്ന പ്രാക്ടിക്കൽ ഏതാണ്? രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാമെന്നാണ്. ശേഷം രജിസ്റ്റേർഡ് സ്ഥാപനങ്ങൾക്ക് മന്ത്ലി ചെയ്യേണ്ടി വരുന്ന മന്ത്ലി റിട്ടേൺസ് ഏതൊക്കെയാ? GSTR1 എങ്ങനെ ഫയൽ ചെയ്യാം, GSTR3B എങ്ങനെ ഫയൽ ചെയ്യാം പഠിക്കും. ഓക്കെ. ദെൻ 3Bത്തെ ഡ്യൂ എന്ന് വരുന്നേ, ഡ്യൂ ഡേറ്റ് എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് മന്ത് 20th ആണ്. എന്ന് പറഞ്ഞാൽ ജനുവരി മാസം എത്ര ടാക്സ് അടയ്ക്കാനുണ്ട് എന്ന് കമ്പ്യൂട്ട് ചെയ്ത് GSTR3B എന്ന ഫോമിലൂടെ ഫെബ്രുവരി മാസം 20th പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. സോ നെക്സ്റ്റ് മന്ത് 20 ഡ്യൂ ഡേറ്റ് ഫോർ ഫയലിംഗ് GSTR3B എന്ന് പറയുമ്പോൾ. ഓക്കെ അല്ലേ? യെസ്. സോ ഇനി അടുത്ത് മനസ്സിലാക്കേണ്ട പോയിന്റ്, നമ്മൾ മന്ത്ലി ഈ GSTR1 GSTR3B ചെയ്യുന്നുണ്ടല്ലേ, 12 മാസവും ചെയ്യും. എന്നാൽ ഈ 1 3 മന്ത്ലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു 3 ഫോമിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വരും. ആ 3 ഫോം എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പേര് പറയാം, നമ്മൾ ഡീറ്റെയിൽ പിന്നെ പഠിക്കും. ക്ലിയർ അല്ലേ? ഒന്ന് GSTR1A, 2 GSTR2A, 3 GSTR2B. GSTR1A, GSTR2A, GSTR2B ഈ 3 ഫോമും നമുക്ക് പ്രാക്ടിക്കലി ആവശ്യമുള്ളതാണ്. എപ്പോൾ? മന്ത്ലി GSTR1 GSTR3B ചെയ്തു പോകുന്ന സമയത്ത്. ഓക്കെ അല്ലേ? യെസ്. നമ്മളത് പഠിക്കും. ഓക്കെ. ഇത് നമുക്ക് അടുത്ത് പഠിക്കേണ്ട കാര്യം, GSTയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട സ്കീമാണ് QRMP എന്ന് പറയും. എന്താണ് QRMP സ്കീം? ഫുൾ ഫോം പറയാം, ക്വാർട്ടർലി
റിട്ടേൺ ആൻഡ് മന്ത്ലി പേയ്മെൻ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സങ്കല്പിക്കുക, നിങ്ങളിപ്പോൾ ഒരു ചെറുകിട ബിസിനസ്സുകാരനാണ് സങ്കല്പിക്കുക. നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ GST റിട്ടേൺസ് ഒക്കെ മന്ത്ലി ചെയ്യുന്നു. ഏതൊക്കെയാ? GSTR 1ഉം GSTR 3Bയും. നിലവിൽ നിങ്ങളിത് ചെയ്യാൻ വേണ്ടി ഒരു ടാക്സ് കൺസൾട്ടൻറ്റിനെ ഏൽപ്പിച്ചു സങ്കല്പിക്കുക. ആ കൺസൾട്ടൻറ്റ് പറയുന്നു, ടാക്സ് പെയർ നമ്മുടെ ഡിസംബർ മാസം കംപ്ലീറ്റ് ആയല്ലോ, ഡിസംബറിൻ്റെ GSTR 1 നമുക്ക് ജനുവരി മാസം 11-ാം തീയതിക്കുള്ളിൽ ചെയ്യേണ്ടതാണ്. സോ അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡിസംബർ 1 മുതൽ 31 വരെ നടന്ന സെയിൽസ് ഡീറ്റെയിൽസൊക്കെ ഏൽപ്പിക്കൂ എന്ന് പറയുമാര് കൺസൾട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ജനുവരി മാസം 1-ാം തീയതി മുതൽ 11-ാം തീയതി വരെ പ്രീവിയസ് മന്തായി ഡിസംബർ മാസം നടന്ന സെയിൽസ് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് എന്ത് ചെയ്യും, നോക്കിയെടുത്ത് കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് ആ ചെയ്യുന്ന ആളെ ഏൽപ്പിക്കും. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ അത് നിങ്ങൾക്ക് 11-ാം തീയതി വരെ ഒരു പണിയാണ്. ഒരു ബില്ല് മിസ്സാവാതെ എല്ലാം നോക്കിയെടുക്കണം. ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും എക്സ്പോർട്ട് ഇൻവോയ്സും അഡ്വാൻസ് ബന്ധപ്പെട്ട റെസിപ്റ്റും എല്ലാം നോക്കണം. ദെൻ അതിനുശേഷം ഈ ജനുവരി മാസം 20-ാം തീയതിക്കുള്ളിൽ അദ്ദേഹം പറയും, ടാക്സ് പെയർ നിങ്ങളുടെ ഡിസംബർ മാസം നിങ്ങൾക്ക് മൊത്തം ഇത്ര ടാക്സ് അടയ്ക്കാനുണ്ട്, ഞാൻ കമ്പ്യൂട്ട് ചെയ്തു. ആ ടാക്സ് എമൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, റെഡിയാക്കേണ്ടതാണ്. നമുക്ക് 3B ഫയൽ ചെയ്യണം. ജനുവരി മാസം 20-ാം തീയതി ഡേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഡിസംബർ മാസം അടയ്ക്കേണ്ടി വരുന്ന ടാക്സ് എമൗണ്ട് അടയ്ക്കണ്ടേ? ആ എമൗണ്ട്, ആ ഫണ്ട് കണ്ടെത്താൻ വേണ്ടി അതിൻ്റെ പുറകെ ആയിരിക്കും നിങ്ങൾ. ഏതുവരെ? ജനുവരി മാസം 20-ാം തീയതി വരെ. അപ്പോൾ ഒന്ന് കാര്യം ആലോചിക്കുക, നിങ്ങൾ ആ ഒരു മന്തിൻ്റെ പകുതിയിൽ കൂടുതലും GSTയുടെ പുറകെ ആയിരിക്കും. അപ്പോൾ ബിസിനസ്സിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കാൻ ബുദ്ധിമുട്ട് വരും. ശരിയല്ലേ? അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടെന്നല്ല പറയുന്നത്. അങ്ങനത്തെ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ട് നിങ്ങളെങ്കിൽ അത്തരം ഒരു ബുദ്ധിമുട്ട്, ആ ഒരു കാര്യത്തെ ഒരു ബുദ്ധിമുട്ടായി കാണുന്നു, ബിസിനസ്സിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല, ഒരു മന്തിൻ്റെ പകുതിയിൽ കൂടുതലും ഞാൻ GSTയിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുന്നു, അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ, അങ്ങനെ ചിന്തിക്കുന്നവർക്ക് പറ്റിയ സ്കീമാണേത്? QRMB സ്കീം. നിങ്ങൾ ഈ സ്കീം എടുത്താൽ എന്താ പ്രത്യേകത? ഈ സ്കീം എടുത്താൽ ഞാൻ മുകളിൽ പറഞ്ഞ മന്ത്ലി റിട്ടേൺസില്ലേ, GSTR 1ഉം GSTR 3Bയും, നിങ്ങൾ മന്ത്ലി ചെയ്യേണ്ട, പകരം ക്വാർട്ടേർലി 3 മാസം കൂടുമ്പോൾ ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? അപ്പം മന്ത്ലി ചെയ്യേണ്ട, 3 മാസം കൂടുമ്പോൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ GSTR 1 ചെയ്താൽ മതി, 3B ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, മനസ്സിലായല്ലോ? യെസ്. ഇനി അങ്ങനെ നിങ്ങൾ 3 മാസം കൂടുമ്പോൾ 1ഉം 3Bയും ചെയ്തു പോകുന്നു, QRMB സ്കീം എടുത്തു പോയി എങ്കിൽ നിങ്ങൾക്ക് മറ്റു ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാകും. 2 ഫോമിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടാകും. എന്നാൽ പേര് പറഞ്ഞു പോകാം, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമ്മൾ പഠിക്കും. ഒന്ന് IFF മീൻസ് ഇൻവോയിസ് ഫർണിഷിംഗ് ഫെസിലിറ്റി എന്ന് പറയും. ക്ലിയർ? 2 PMT 06 ഇങ്ങനെ 2 ഫോമിൻ്റെ ആപ്ലിക്കേഷൻ കൂടെ വരും കേട്ടോ. ഓക്കെ അല്ലേ? നമ്മൾ പഠിക്കും ഇതൊക്കെ. യെസ്. സോ ഇതുവരെ ക്ലിയർ അല്ലേ? നമ്മൾ എന്തൊക്കെ പറഞ്ഞു? നമുക്ക് 10 days ക്ലാസ് വരുന്നേ, പ്രാക്ടിക്കൽ കാര്യങ്ങൾ മാത്രമാണ് പഠിക്കുന്നത്. പ്രധാനമായിട്ടും എന്തെല്ലാമാണ് ആദ്യം പഠിക്കുന്നത്? GST രജിസ്ട്രേഷൻ എങ്ങനെ ഓൺലൈൻ ചെയ്യാം. GSTയുടെ ഗവൺമെൻറ് സൈറ്റ് ഏതാണ്? www.gst.gov.in. ആ സൈറ്റിനകത്ത് കയറി രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാമെന്ന് പഠിക്കും. ശേഷം രജിസ്റ്റേർഡ് സ്ഥാപനമായി മാറിയാൽ നിർബന്ധമായിട്ടും മന്ത്ലി GSTR 1, GSTR 3B ചെയ്യേണ്ടതാണ്. GSTR 1 സെയിൽ കാണിക്കേണ്ട ഒരു സെയിൽസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഡ്യൂ ഡേറ്റ് നെക്സ്റ്റ് മന്ത് 11th ആണ്. ടോട്ടൽ 23 ടേബിൾ വരുന്നുണ്ട്. ദെൻ GSTR 3B ടാക്സ് അടയ്ക്കാൻ വേണ്ടി മാത്രം അനുവദിക്കപ്പെട്ട മന്ത്ലി റിട്ടേൺ ഫോമാണ് 3B ഒരു സമ്മറി ഫോമാണ്. GSTR 1 പോലെ ഡീറ്റെയിൽഡ് ഫയലിംഗ് അല്ല 3Bൻ്റെത്. അതുകൊണ്ട് തന്നെ 3Bക്കകത്ത് വെറും 6 ടേബിൾ മാത്രമേ വരുന്നുള്ളൂ.
ദെൻ GSTR1 GSTR3B മന്ത്ലി ചെയ്യുന്ന സമയത്ത് ഒരു 3 ഫോമിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. GSTR1A, GSTR2A, GSTR2B നമ്മൾ പഠിക്കുന്നു പറഞ്ഞു കാര്യങ്ങൾ. ദെൻ നമുക്ക് മന്ത്ലി GSTR1 3B ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നവർക്ക് ഒരു ഓപ്ഷനുണ്ട്. പേരെന്താ? QRMB സ്കീമാണ്. ഫുൾ ഫോം എന്താ? ക്വാർട്ടർലി റിട്ടേൺ ആൻഡ് മന്ത്ലി പേയ്മെൻറ്റ് സ്കീമാണ്. ആ സ്കീം എടുത്ത് എന്താ പ്രത്യേകത? മന്ത്ലി ചെയ്തു വരുന്ന GSTR1 GSTR3B 3 മാസം കൂടുമ്പോൾ ചെയ്ത് പോയാൽ മതി. ആ ഒരു ഓപ്ഷനുണ്ട്. അങ്ങനെ നിങ്ങൾ QRMB സ്കീം എടുത്ത് പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 2 പ്രാക്ടിക്കൽ ഫോമിൻ്റെ ആപ്ലിക്കേഷൻ കൂടെ വരുന്നുണ്ട്. പേരെന്താ? IFF. ഫുൾ ഫോം എന്താ? ഇൻവോയ്സ് ഫർണിഷിംഗ് ഫെസിലിറ്റി. 2 ഏതാ? PMT06. ക്ലിയർ അല്ലേ? യെസ്. സോ അടുത്ത് മനസ്സിലാക്കേണ്ട പോയിന്റ്, നമ്മൾ 12 മാസമല്ലേ ഒരു വർഷം? 12 മാസം കംപ്ലീറ്റ് ആയി. ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ ഒരു വാർഷിക റിട്ടേൺ ഫയൽ ചെയ്യണം. ആനുവൽ റിട്ടേൺ. ക്ലിയർ അല്ലേ? അതിൻ്റെ പേരാണ് GSTR9. GSTR9 എന്ന് പറയും. GSTR9 എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സമ്മറിയാണ്. എന്തിൻ്റെ സമ്മറിയാണ്? സമ്മറി ഓഫ് 12 മന്ത്. 12 മാസം അല്ലേ? 12 മാസം നമ്മൾ ചെയ്ത GSTR1ൻ്റെയും GSTR3Bയുടെയും ഒരു സമ്മറിയാണ് GSTR9. ഓക്കെ അല്ലേ? നമ്മൾ ചെയ്ത GSTR1ലും 3Bയിലും ചെയ്ത കാര്യങ്ങൾ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരുന്നതാണ് GSTR9. GSTR9 ആണ് എല്ലാവർക്കും ചെയ്യുക നിർബന്ധമൊന്നുമില്ല. നമ്മുടെ വാർഷിക വിറ്റുവരവ്, ആനുവൽ ടേൺ ഓവർ എബോ 2 CR, 2 കോടിക്ക് മുകളിലാണ് നമ്മുടെ വാർഷിക വിറ്റുവരവെങ്കിൽ മാത്രമേ GSTR9 മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ടതുള്ളൂ, നിർബന്ധമുള്ളൂ. എന്നാൽ ബിലോ 2 CR ആണ്, 2 കോടിക്ക് ബിലോ ആണ് ടേൺ ഓവർ എങ്കിൽ GSTR9 ചെയ്യണ്ട എന്നല്ല, ഇറ്റ്സ് ഓപ്ഷണലാണ്. വേണമെങ്കിൽ ചെയ്യാമെന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇപ്പം നിങ്ങൾ സങ്കല്പിക്കും, 2 കോടി വരെയല്ലേ ഉള്ളൂ, നമുക്ക് GSTR9 നിർബന്ധമില്ലല്ലോ, ചെയ്യാതെ പോകാം എന്ന് കരുതും. പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ്, നമ്മൾ വർഷ അവസാനമാകുമ്പോൾ GSTR9 ചെയ്യാൻ ശ്രമിച്ചാൽ ആ ഒരു 12 മാസം GSTR1ലും 3Bയിലും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ സാധിക്കും. ക്ലിയർ അല്ലേ? അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടെത്തിയാലോ നമുക്കത് GSTR9 ഫയലിങ്ങിലൂടെ അത് റെക്ടിഫൈ ചെയ്ത് പോകാൻ സാധിക്കും. തെറ്റ് കണ്ടെത്തിയാൽ തെറ്റ് തിരുത്തി പോകാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ 2 കോടി വരെ ഉള്ളവരാണ് എന്ന് കരുതി GSTR9 ചെയ്യാതെ പോയാലോ നിങ്ങൾക്കൊരു അവസരം നഷ്ടപ്പെട്ടു. എന്തവസരമാണ് നഷ്ടപ്പെട്ടത്? എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കണ്ടെത്താനുള്ള അവസരം നഷ്ടപ്പെട്ടു. അങ്ങനെ കണ്ടെത്തിയിരുന്നെങ്കിൽ അത് തിരുത്തി ക്ലിയറാക്കി പോകാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോയി. ക്ലിയർ അല്ലേ? അതുകൊണ്ട് ഞാൻ പേഴ്സണലി പറയുകയാണ്, 2 കോടിക്ക് ബിലോ ആണെങ്കിൽ പോലും GSTR9 ചെയ്യാൻ ശ്രമിക്കുകയാണ് ബെറ്റർ ഓപ്ഷൻ. ഓരോ വർഷം കഴിയുന്തോറും ആ വർഷം ഒരു തെറ്റുമില്ല, ഒരു മിസ്റ്റേക്കും ഉണ്ടായിരുന്നില്ല എന്ന് സെൽഫായിട്ട് ഉറപ്പുവരുത്തി പോകാൻ സാധിക്കും. അല്ലാതെ പോയാൽ, തെറ്റോടുകൂടി 9 ചെയ്യാതെ മുന്നോട്ട് പോയാൽ ചിലപ്പോൾ 2, 3, 4, 5 വർഷം കഴിയുമ്പോഴായിരിക്കും GST അതോറിറ്റി കണ്ടുപിടിക്കും നമ്മുടെ മിസ്റ്റേക്ക്. നമുക്ക് നോട്ടീസ് അയക്കും, ഡിയർ ടാക്സ് പെയർ, 5 വർഷം മുമ്പത്തെ നിങ്ങളുടെ GSTR3Bയിൽ അങ്ങനത്തെ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്, ഇത്ര പെനാൽറ്റി, ഇത്ര ഫൈൻ ഇപ്പം അടയ്ക്കേണ്ടതുണ്ട്. ഇത് വെറുതെ പറയുകയല്ല, ഇത് റിയാലിറ്റിയാണ്. നിലവിൽ ശരിക്കും ഒരുപാട് നോട്ടീസ് വരുന്ന കേസാണ്. ക്ലിയർ അല്ലേ? അതിനേക്കാൾ നല്ലത് എന്താണ്? GSTR9 ചെയ്ത് പോവുകയാണ് ബെറ്റർ ഓപ്ഷൻ. ക്ലിയർ അല്ലേ? GSTR9 എന്ന് പറയുന്ന ഒരു റിട്ടേൺ ഫയലിങ് വളരെ കോംപ്ലിക്കേഷനായ ഫയലിംഗ് എല്ലാവരും പറയാറുണ്ട്. ഞാനും പറയുന്നു GSTR9 കോംപ്ലിക്കേഷനാണ്. പക്ഷേ നമ്മൾ വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ ശ്രമിക്കും. ഈ GSTR9 എന്ന് പറയുന്ന ഫോമിനകത്ത് ടോട്ടൽ 19 ടേബിളുണ്ട് കേട്ടോ. 19 ടേബിളുണ്ട്. നമ്മൾ ടേബിൾ പറയാൻ കാരണം എന്താ? ഇപ്പോൾ GSTR1 പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു 23 ടേബിളെന്ന്. 3Bയിൽ ഞാൻ പറഞ്ഞു 6 ടേബിൾ. 9 19 ടേബിൾ. ടേബിൾ പറയാൻ കാരണം നമ്മളൊരു റിട്ടേൺ ഫോം എടുത്താൽ അതിനകത്ത് ഒരു കോളം പോലും എന്ത് ചെയ്യത്തില്ല, കളയത്തില്ല, മിസ്സാക്കത്തില്ല, എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും.
നിങ്ങൾ ഒരു റിട്ടേൺ ഫോം ഈ ക്ലാസ് കംപ്ലീറ്റ് ആക്കിയ ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൽ ഒരു കോളം പോലും സംശയം വരാൻ പാടില്ല. കാരണം മാത്രവുമല്ല, ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾ പല വ്യത്യസ്ത ബിസിനസ് സ്ഥാപനം നടത്തുന്നവരായിരിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ആപ്ലിക്കേഷൻ വരണം. അതിൽ നിങ്ങൾ എല്ലാ ടേബിളും മനസ്സിലാക്കിയിരിക്കേണ്ടത് അനിവാര്യമാണ്. ക്ലിയർ അല്ലേ? യെസ്. സോ നമ്മൾ പഠിക്കും ഈ കാര്യങ്ങളൊക്കെ. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് GSTR9 പറഞ്ഞു അല്ലേ? അടുത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട പോയിന്റ്, GSTയിലെ മറ്റൊരു സ്കീമാണ് കോമ്പോസിഷൻ സ്കീം. കോമ്പോസിഷൻ സ്കീം എന്ന് പറയും. എന്താണ് കോമ്പോസിഷൻ സ്കീം? കോമ്പോസിഷൻ സ്കീം എന്ന് പറഞ്ഞാൽ GSTയിലെ സെക്ഷൻ 10 പ്രകാരം പറയുന്ന സ്കീമാണിത്. ഇതൊരു ഓപ്ഷണലായ സ്കീമാണ്. ക്ലിയർ അല്ലേ? ഇതൊരു ഓപ്ഷണലായ സ്കീമാണ്. നമുക്ക് വേണമെങ്കിൽ ഈ സ്കീം ഓപ്റ്റ് ചെയ്യാം. വേണമെങ്കിൽ മാത്രം ഈ സ്കീം എന്ത് ചെയ്യാം? ഓപ്റ്റ് ചെയ്യാം. അങ്ങനെയുള്ളൊരു സ്കീമാണ് കോമ്പോസിഷൻ. കേട്ടോ, ഈ കോമ്പോസിഷൻ സ്കീം എടുത്ത എന്താ പ്രത്യേകത ചോദിച്ചാൽ, ഞാൻ മുകളിൽ പറഞ്ഞില്ലേ GSTR 1, 3B അത്തരം കാര്യങ്ങളൊന്നും ഇവർക്ക് ബാധകമല്ല. അതായത് കോമ്പോസിഷൻ സ്കീം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഥാപനം രജിസ്ട്രേഷൻ എടുക്കാൻ സമയത്ത് ആവശ്യമായിട്ട് വരുന്നൊരു സ്കീമാണിത്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് സങ്കല്പിക്കുക, നമ്മുടെ സ്ഥാപനം GST രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി പോകുന്നു. സങ്കല്പിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിൽ രണ്ട് ടൈപ്പ് രജിസ്ട്രേഷനും വരും. ഓക്കെ. അതായത് നമ്മുടെ ചുറ്റുപാടും കാണുന്ന മിക്ക ബിസിനസ് സ്ഥാപനങ്ങളും GST രജിസ്റ്റേർഡ് സ്ഥാപനങ്ങളായിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും ആ സ്ഥാപനങ്ങളൊക്കെ ആ ഒരു സ്കീം പ്രകാരം ആണ് GST എടുത്തേക്കുന്നത്. എന്നാൽ ഈ സ്ഥാപനങ്ങൾക്ക് ആ ഒരു സ്കീം പ്രകാരം GST എടുത്തവരാണ്. അങ്ങനെ പറയാൻ സാധിക്കുന്ന രീതിയിൽ 2 തരം രജിസ്ട്രേഷൻ വരുന്നുണ്ട് നമുക്ക് GSTയിൽ പ്രധാനമായിട്ടും. ക്ലിയർ അല്ലേ? ഒന്നാമത്തെ രജിസ്ട്രേഷൻ്റെ പേരാണ് റെഗുലർ എന്നാണ് വിളിക്കുന്നത്. റെഗുലർ സ്കീം എന്ന് പറയും. ക്ലിയർ അല്ലേ? സാധാരണ എല്ലാവരും രജിസ്റ്റേർഡ് ആവുന്ന സ്കീമാണ് റെഗുലർ. എന്നാൽ രണ്ടാമത്തെ സ്കീമിൻ്റെ പേരാണ് എന്ത്? കോമ്പോസിഷൻ സ്കീം. കോമ്പോസിഷൻ സ്കീം എന്നാണ് പറയുന്നതിനെ. ഓക്കെ. ക്ലിയർ അല്ലേ? ഈ കോമ്പോസിഷൻ എന്താ പ്രത്യേകത? ഇത് ഓപ്ഷണൽ സ്കീമാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഓപ്റ്റ് ചെയ്യാം. നോർമലി എടുക്കേണ്ട സ്കീം ഏതാണ്? റെഗുലർ സ്കീമാണ്. ക്ലിയർ? എന്നാൽ റെഗുലർ സ്കീം വേണ്ട, കോമ്പോസിഷൻ മതി എന്ന് ഓപ്റ്റ് ചെയ്യുന്ന സ്കീമാണ് ഏത്? കോമ്പോസിഷൻ. ക്ലിയർ? എന്താണ് വ്യത്യാസം? നിങ്ങൾക്ക് അറിയാമായിരിക്കും, എങ്കിലും അറിയില്ല എങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? 2-3 വ്യത്യാസങ്ങൾ പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ സങ്കല്പിക്കുക, നിങ്ങളുടെ ബിസിനസ് സ്ഥാപനം റെഗുലർ എന്ന സ്കീം പ്രകാരം GST എടുത്ത സ്ഥാപനമാണ് സങ്കല്പിക്കുക. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഗുഡ്സ് ആയിരിക്കാം സെയിൽ ചെയ്യുന്നത് അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ എന്താവാം? സർവീസ് ആയിരിക്കാം പ്രൊവൈഡ് ചെയ്യുന്നത്. ഗുഡ്സ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ, കസ്റ്റമർക്ക് നിങ്ങൾ സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ GST കളക്ട് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ സ്ഥാപനം GST എടുത്ത സ്ഥാപനമാണ്. നിങ്ങൾ കസ്റ്റമർക്ക് നിങ്ങളുടെ ഗുഡ്സോ സർവീസോ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ സെയിൽ എമൗണ്ടിൻ്റെ പുറമെ GST എമൗണ്ട് കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ആരാണ്? റെഗുലർ എന്ന സ്കീം പ്രകാരം GST എടുത്ത സ്ഥാപനമാണ്. ക്ലിയർ അല്ലേ? എന്നാൽ നിങ്ങൾ കോമ്പോസിഷൻ സ്കീം പ്രകാരം GST എടുത്ത സ്ഥാപനമാണെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യണ്ട. നോ നീഡ് ടു കളക്ട് GST ഫ്രം കസ്റ്റമേഴ്സ്. ക്ലിയർ അല്ലേ? ഗുഡ്സ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ, കസ്റ്റമർക്ക് സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് മേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ മേടിക്കാൻ പാടില്ല. ഓക്കെ അല്ലേ? രണ്ടാമത്തെ പ്രത്യേകത, നിങ്ങൾ റെഗുലർ എന്ന സ്കീം പ്രകാരം GST എടുത്ത സ്ഥാപനമാണെങ്കിൽ നിങ്ങൾ സെയിൽ ചെയ്യത്തില്ലേ? സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് എമൗണ്ട് മേടിക്കുന്നുണ്ടല്ലോ. മേടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ടാക്സ് കാണിച്ചു കൊണ്ടുള്ള ഇൻവോയ്സ് കസ്റ്റമറിന് കൊടുക്കേണ്ടതാണ്. ഇഷ്യൂ ടാക്സ് ഇൻവോയ്സ്. ടാക്സ് എമൗണ്ടിലെ CGST, SGST, IGST എന്നീ ടാക്സുകൾ കാണിച്ചു കൊണ്ടുള്ള ഇൻവോയ്സ് കസ്റ്റമർക്ക് നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതാണ്. ഓക്കെ അല്ലേ? എന്നാൽ നിങ്ങൾ കോമ്പോസിഷൻ എന്ന സ്കീം പ്രകാരം GST എടുത്ത സ്ഥാപനമാണെങ്കിലോ
നിങ്ങൾ സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് GST മേടിക്കുന്നുണ്ടോ? ഇല്ല. അങ്ങനെ ആകുമ്പോൾ കസ്റ്റമർക്ക് ടാക്സ് കാണിച്ചു കൊണ്ടുള്ള ബില്ല് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ടാക്സ് ഇൻവോയ്സ് കൊടുക്കാൻ പാടില്ല. പകരം നിങ്ങൾ കൊടുക്കുന്ന സെയിൽ ബില്ലിൻ്റെ പേരാണ് ബിൽ ഓഫ് സപ്ലൈ. എന്താണ്? ബിൽ ഓഫ് സപ്ലൈ എന്ന സെയിൽ ബില്ലാവണം കസ്റ്റമറിന് കൊടുക്കേണ്ടത്. ഓക്കെ അല്ലേ? യെസ്. ബിൽ ഓഫ് സപ്ലൈ എന്ന് പറയുന്ന സെയിൽ ഇൻവോയ്സിനകത്ത് ടാക്സ് കാണിക്കാൻ വേണ്ടി ഒരു കോളം ഉണ്ടാവത്തില്ല. ഓക്കെ. ദെൻ അടുത്തൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യത്തില്ലേ, നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ സപ്ലർക്ക് GST രജിസ്ട്രേഷൻ ഉണ്ട്. അതും റെഗുലർ എന്ന സ്കീം പ്രകാരം GST എടുത്ത സപ്ലറിൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ സപ്ലർക്ക് GST കൊടുക്കൂലേ? ആ കൊടുക്കുന്ന GSTയെ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് GST. എന്താണ്? ഇൻപുട്ട് GST. അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ സപ്ലറിന് കൊടുത്ത ഇൻപുട്ട് GST നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ച് കിട്ടും, നഷ്ടപ്പെട്ടു പോകത്തില്ല, ക്ലെയിം എടുക്കാൻ സാധിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു സ്ഥാപനം GST രജിസ്റ്റേർഡ് ആയത് റെഗുലർ എന്ന സ്കീം പ്രകാരമാണെങ്കിൽ ദേ ക്യാൻ ക്ലെയിം ഇൻപുട്ട് GST ഓൺ ദെയർ പർച്ചേസ്. പർച്ചേസ് ചെയ്ത സമയത്ത് സപ്ലറിന് കൊടുത്ത ഇൻപുട്ട് GST തിരിച്ച് ക്ലെയിം എടുക്കാൻ സാധിക്കും, നഷ്ടപ്പെട്ടു പോകത്തില്ല. ഓക്കെ അല്ലേ? യെസ്. എന്നാൽ നിങ്ങളുടെ സ്ഥാപനം അല്ലെങ്കിൽ ഒരു സ്ഥാപനം കോമ്പോസിഷൻ സ്കീം പ്രകാരം GST എടുത്ത സ്ഥാപനമാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ദേ cannot ക്ലെയിം ITC, അതായത് ഇൻപുട്ട് GST. ക്ലിയർ അല്ലേ? ഒരു സ്ഥാപനം കോമ്പോസിഷൻ സ്കീം പ്രകാരം GST എടുത്ത സ്ഥാപനമാണ്. എന്നാൽ പക്ഷേ റെഗുലർ സ്കീം പ്രകാരം GST എടുത്ത സപ്ലയറിൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് നടത്തുന്നുണ്ട് എങ്കിൽ ആ സപ്ലയറിന് കൊടുത്ത ഇൻപുട്ട് GST തിരിച്ച് ക്ലെയിം എടുക്കാൻ സാധിക്കത്തില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഈ രണ്ട് സ്കീമിൻ്റെ പ്രത്യേകത. അപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം അറിയാത്തവർക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ നമ്മുടെ സ്ഥാപനം റെഗുലർ ആണോ അതോ കോമ്പോസിഷൻ ആണോ എന്ന്. ഇനി ഞാൻ പറയാം, ഈ റെഗുലർ സ്കീം പ്രകാരം GST എടുത്തവർക്കാണ് ഞാൻ മേലെ പറഞ്ഞില്ലേ GSTR 1, അതുപോലെ GSTR 3B മന്ത്ലി ഫയലിങ് ആവശ്യം വരിക. അതുപോലെ 1ഉം 3Bയും ചെയ്യുന്നവർക്ക് GSTR 1A ആവശ്യമുണ്ട്. ഓർമ്മയില്ലേ? GSTR 2A ആവശ്യമുണ്ട്, GSTR 2B ആവശ്യമുണ്ട്. ഇതൊക്കെ ആർക്കാണ് ആവശ്യം വരുന്നത്? റെഗുലർ ആയിട്ട് GST എടുത്തവർക്കാണ്. അതുപോലെ ഇവർക്ക് തന്നെയാണ് ഏതിൻ്റെ ആവശ്യം വരുന്നത്? QRNB എന്ന സ്കീമിൻ്റെ ആവശ്യം ഇവർക്കാണ് വരുന്നത് അല്ലേ? 3 മാസം കൂടുമ്പോൾ 1ഉം 3Bയും ചെയ്യാനായിട്ട്. അപ്പോൾ ഏതൊക്കെ എക്സ്ട്രാ ഫോമിൻ്റെ ആവശ്യമുണ്ട്? IFFും ഉണ്ട്, അതുപോലെ PMT 06ഉം ഉണ്ട്. ഓക്കെ അല്ലേ? യെസ്. അതുപോലെ ഇവർക്കാണ് ഏത് വരുന്നത്? 1 വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ ആനുവൽ റിട്ടേൺ വരുന്നത്. പേരെന്താ? പേര് GSTR 9 അല്ലേ? അതുപോലെ 9C ഉണ്ട്. പഠിക്കും അതൊക്കെ. ക്ലിയർ? യെസ്. ദെൻ അതുപോലെ നമുക്ക് കോമ്പോസിഷൻ സ്കീം ആണെങ്കിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവരെ പോലെ മന്ത്ലി ഒന്നും ഇവർക്ക് ചെയ്യേണ്ട. പകരം ക്വാർട്ടർലി 3 മാസം കൂടുമ്പോൾ ഒരു ഫയലിംഗ് ഉണ്ട്, പേരാണ് CMP08 ചെയ്യണം. 1 വർഷം 4 പ്രാവശ്യം ചെയ്യണം, 4 ക്വാർട്ടർ. CMP08 കോമ്പോസിഷൻ സ്കീം പ്രകാരം GST എടുത്തവർക്ക് ടാക്സ് എമൗണ്ട് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം അനുവദിക്കപ്പെട്ട ഒരു ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻ്റ് ആണ് ഏത്? ഒരു CMP08. അത് ഫയൽ ചെയ്യണം. ദെൻ ഇവർക്ക് 1 വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ ഒരു ആനുവൽ ഫയലിംഗ് ഉണ്ട്. ക്ലിയർ അല്ലേ? അതിൻ്റെ പേരാണ് GSTR 4 എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പ്രാക്ടിക്കലി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ അല്ലേ? ഇത് നമുക്കിതിന് പുറമേ ഇപ്പോൾ പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? നമ്മൾ എന്തൊക്കെ പറഞ്ഞു? രജിസ്ട്രേഷൻ എങ്ങനെ എടുക്കാമെന്ന് പഠിക്കും. ക്ലിയർ? ഗവൺമെൻറ് സൈറ്റ് ഏതായിരുന്നു? www.gst.gov.in. അത് ഓക്കെ അല്ലേ? യെസ്. അതിപ്പോൾ ഏത് ടൈപ്പ് സ്ഥാപനമാണെങ്കിലും അല്ലേ, പ്രൊപ്പറേറ്റർഷിപ്പ് ആയിക്കോട്ടെ, പാർട്ട്ണർഷിപ്പ് സ്ഥാപനം ആയിക്കോട്ടെ, കമ്പനി ആയിക്കോട്ടെ, എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് ആണോ ആവശ്യം വരികയോ അതൊക്കെ മനസ്സിലാക്കി രജിസ്ട്രേഷൻ എങ്ങനെ എടുക്കാമെന്ന് പഠിക്കും. ശേഷം എന്തോ പറഞ്ഞേ? രജിസ്റ്റേർഡ് സ്ഥാപനം
അതും നമ്മൾ റെഗുലർ എന്ന സ്കീം പ്രകാരം GST എടുത്ത സ്ഥാപനമാണ് എങ്കിൽ മന്ത്ലി GST റിട്ടേൺ ഫയൽ ചെയ്യണം. GSTR 1 ഫയൽ ചെയ്യണം, GSTR 3B ഫയൽ ചെയ്യണം. 1ൻ്റെ ആവശ്യം എന്താ? സെയിൽസ് അപ്ലോഡ് ചെയ്യുക, സെയിൽസ് ഇത്ര നടന്നു എന്ന് അതോറിറ്റി അറിയിക്കുക. ഇവിടെ എത്തുന്ന നെക്സ്റ്റ് മന്ത് 11-ാം തീയതിയാണ്. എത്ര ടേബിളുണ്ട്? 23 ടേബിളുണ്ട്. ക്ലിയർ അല്ലേ? അടുത്ത ഫോം ഏതാ? മന്ത്ലി ഫയലിംഗ് GSTR 3B ആണ്. എന്താ പർപ്പസ്? മന്ത്ലി എത്ര ടാക്സ് അടയ്ക്കാനുണ്ട്, ടാക്സ് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം അനുവദിക്കപ്പെട്ട മന്ത്ലി റിട്ടേൺ ഫോമാണ് ഇത് GSTR 3B. എന്നാൽ ഡ്യൂ ഡേറ്റ് നെക്സ്റ്റ് മന്ത് 20th വരുന്നേ. എത്ര ടേബിളുണ്ട്? 6 ടേബിളുണ്ട്. ക്ലിയർ അല്ലേ? അടുത്ത പറഞ്ഞ പോയിന്റ് എന്താ? QRB സ്കീമാണ്. ഫുൾ ഫോം എന്താ? ക്വാർട്ടർലി റിട്ടേൺ ആൻഡ് മന്ത്ലി പേയ്മെൻ്റ് ആണ്. ക്ലിയർ അല്ലേ? ആ സ്കീം എടുത്തിൻ്റെ പ്രത്യേകത GSTR 1ഉം GSTR 3Bയും മന്ത്ലി ചെയ്യേണ്ട പകരം 3 മാസം ക്വാർട്ടർലി ചെയ്താലും മതി. അങ്ങനെ ചെയ്യുമ്പോൾ 2 എക്സ്ട്രാ ഫോമിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടല്ലേ. ഫോമിൻ്റെ പേരെന്താ? IFF. ഫുൾ ഫോം എന്താ? ഇൻവോയ്സ് ഫർണിഷിംഗ് ഫെസിലിറ്റി. അടുത്ത ഫോം ഏതാ? PMT06. ക്ലിയർ അല്ലേ? ഇത് അടുത്തെന്താ പറഞ്ഞ്? റെഗുലറായിട്ട് GST എടുത്ത സ്ഥാപനമാണെങ്കിൽ മന്ത്ലി 1ഉം 3Bയും ചെയ്യുന്നു. 1 വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ വാർഷിക റിട്ടേൺ ഫയൽ ചെയ്യണം. പേരെന്താ? GSTR 9. ശരിയല്ലേ? സമ്മറിയാണ്. 12 മന്ത് 1ഉം 3Bയുടെയും സമ്മറിയാണ് GSTR 9. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ 9 ഫയൽ ചെയ്യുമ്പോൾ റെക്ടിഫൈ ചെയ്യാൻ സാധിക്കും. ക്ലിയർ അല്ലേ? 2 കോടി വരെ ഓപ്ഷണലാണ്. 2 കോടിക്ക് മേലെ വാർഷിക വ്യക്തിവരവുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും GSTR 9 ചെയ്യേണ്ടതാണ്. ഓക്കെ. ദെൻ GSTR 9C ഉണ്ട്. 9C 5 കോടിക്ക് മേലെയാണെങ്കിൽ ചെയ്യേണ്ട ഫോമാണ് GSTR 9C. അതും പഠിക്കും നമ്മൾ. ദെൻ നമ്മുടെ സ്ഥാപനം റെഗുലർ സ്കീം അല്ല, കോമ്പോസിഷൻ സ്കീം പ്രകാരം GST എടുത്ത സ്ഥാപനമാണെങ്കിൽ നമുക്ക് മന്ത്ലി ഒന്നും ചെയ്യേണ്ട. പകരം 3 മാസം കൂടുമ്പോൾ ഒരു ക്വാർട്ടർലി ഫയലിംഗ് ഉണ്ട്. പേരെന്താ? CMP08. ദെൻ 1 വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ ഒരു ഫയലിംഗ് ഉണ്ട് GSTR 4. ഈ റെഗുലർ സ്കീമുകാർക്ക് വാർഷിക റിട്ടേൺ GSTR 9 ആണ്. 2 കോടിക്ക് മേലെ മാൻഡേറ്ററി, ബിലോ ഓപ്ഷണൽ. എന്നാൽ പക്ഷേ കോമ്പോസിഷൻ സ്കീമിൻ്റെ വാർഷിക ഫോം ഏതാ? GSTR 4. അവിടെ എന്തില്ല? ആ 2 കോടി ലിമിറ്റ് കണക്കില്ല. കോമ്പോസിഷൻ സ്കീമാണോ നിർബന്ധമായിട്ടും വർഷ അവസാനം GSTR 4 ചെയ്യണം കേട്ടോ. ഓക്കെ, ക്ലിയർ? ഇതുവരെ ക്ലിയർ അല്ലേ? ഇനി അടുത്ത് പ്രാക്ടിക്കലി പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഡോക്യുമെൻസിനെ കുറിച്ചാണ്. എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഇപ്പോൾ ടാക്സ് ഇൻവോയ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്, റിവൈസ്ഡ് ഇൻവോയ്സ്, സെൽഫ് ഇൻവോയ്സ്, അതുപോലെ റിസീപ്റ്റ് വൗച്ചർ, പേയ്മെൻറ്റ് വൗച്ചർ, റീഫണ്ട് വൗച്ചർ, ഡെലിവറി ചെല്ലാൻ, eBay ബില്ല്, അങ്ങനെ വരുന്ന പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് ഒക്കെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യാം, അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇതിനടുത്ത് നമുക്ക് പഠിക്കേണ്ടത് കുറച്ച് തിയററ്റിക്കൽ കാര്യങ്ങളാണ്. അതായത് ഫോർ എക്സാമ്പിൾ ബേസിക് കാര്യങ്ങൾ. എന്താണ് ഔട്ട്പുട്ട് GST, അതുപോലെ എന്താണ് ഇൻപുട്ട് GST, അതുപോലെ എന്താണ് നമ്മുടെ ബ്ലോക്ക്ഡ് ITC എന്താണ്, ചില ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. സെക്ഷൻ 17 സബ്സെക്ഷൻ 5 പ്രകാരം കുറച്ച് ലിസ്റ്റ് ഉണ്ട്, ബ്ലോക്ക്ഡ് ലിസ്റ്റ്. അതിനെക്കുറിച്ച് പഠിക്കും. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ അതുപോലെ എന്താണ് FCM, ഫോർവേഡ് ചാർജ് മെക്കാനിസം എന്താണ്, അതുപോലെ എന്താണ് RCM, റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്താണ്, അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും? വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതുപോലെ ECO, ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്ററിനെ കുറിച്ച് പഠിക്കും. സെക്ഷൻ 95, സെക്ഷൻ 52 പ്രകാരമുള്ള ECO കേസസ് നമ്മൾ എന്ത് ചെയ്യും? ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പഠിക്കും. സോ ഇങ്ങനെ വരുന്ന 10 ഡേയ്സിൻ്റെ ഒരു ഓൺലൈൻ സൂം ആപ്ലിക്കേഷനിലൂടെ വരുന്ന ഒരു ലൈവ് ക്ലാസ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ക്ലാസ് ലൈവാണ്. ഡെയിലി നമുക്ക് വരുന്നത് 9 PM ആണ്. 9 PM to 10 PM ആണ് ക്ലാസ് വരുന്നത്. ക്ലിയർ അല്ലേ? ഇവിടെ എഴുതാം. നമുക്ക് സൂം ലൈവാണ് ക്ലാസ്. ലൈവ് പ്ലസ് എന്തുമായിരിക്കും? റെക്കോർഡിങ്ങുമായിരിക്കും കേട്ടോ. അതായത് നമ്മുടെ ടൈം എപ്പോഴാണ് പറയുന്നത്? ടൈം 9 PM to 10 PM ആണ് നമ്മുടെ ടൈം വരുന്നത്. ഡെയിലി 1 hour ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ദിവസം ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായാലും പ്രോബ്ലമൊന്നുമില്ല. ഇത് റെക്കോർഡിംഗ് ആയിരിക്കും. റെക്കോർഡ് ഇവിടെ കാണാൻ സാധിക്കും. ക്ലിയർ അല്ലേ? ഈ റെക്കോർഡ് ക്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക്
അൺലിമിറ്റഡായിട്ട് എന്ത് ചെയ്യാം, ആക്സസ് ഉണ്ടാകും. ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല റെക്കോർഡ് ക്ലാസ്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ 10 ഡേയ്സ് GST ലൈവ് പഠിക്കാം. ഏതെങ്കിലും ദിവസം ലൈവ് അറ്റൻഡ് പറ്റിയില്ലെങ്കിൽ പ്രശ്നമുണ്ടോ? ഇല്ല. റെക്കോർഡ് വീഡിയോ അവൈലബിൾ ആയിരിക്കും. റെക്കോർഡ് വീഡിയോയ്ക്ക് സമയപരിധി ഉണ്ടോ? ഇല്ല. അൺലിമിറ്റഡായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ക്ലിയർ അല്ലേ? യെസ്. ദെൻ മാത്രമല്ല നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറിങ് സപ്പോർട്ട് എന്ത് ചെയ്യും, ഉറപ്പായിട്ടും പ്രൊവൈഡ് ചെയ്യും. കാരണം നമ്മളിപ്പോൾ ഏത് കോഴ്സായാലും എത്ര പഠിച്ചാലും സ്വന്തമായി നമ്മൾ ആ വർക്ക് ചെയ്യുമ്പോൾ ഡൗട്ട് വന്നിരിക്കും. നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഡൗട്ട് ക്ലിയറിങ് സപ്പോർട്ടും ഉണ്ടാകും, വർക്ക് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് വർക്ക് ബന്ധപ്പെട്ട് എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യും, നമുക്ക് ഓൺലൈൻ ലൈവായിട്ട് ഇരുന്ന് ആ വർക്ക് നമുക്ക് സപ്പോർട്ട് ഉണ്ടാകും കേട്ടോ. ഓക്കെ, പിന്നെ അത് മാത്രമല്ല നമുക്ക് ഒരു GSTയുടെ പ്രാക്ടിക്കൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സമയത്ത് ആവശ്യമായി വരുന്ന കുറേ കാര്യങ്ങൾ അറിയേണ്ടതുണ്ടാവും. അതിന് വേണ്ടിയിട്ടൊരു തിയററ്റിക്കൽ നോട്ട്, ഒരു നോട്ട് ബുക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഞാൻ പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ അല്ലേ? ക്ലാസ് കംപ്ലീറ്റ് ആകുമ്പോൾ GSTയുടെ എല്ലാ പ്രാക്ടിക്കൽ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ബുക്ക് ഞാൻ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. അതിനകത്ത് GSTR 1ഉം 3Bയും 9ഉം 4ഉം എല്ലാ ഫയലിങ്ങിൻ്റെയും ഓരോ ടേബിളും എക്സാമ്പിൾസും എക്സ്പ്ലനേഷനും എല്ലാം അതിലുണ്ടാകും. ഒരു പോയിന്റ് നിങ്ങൾക്ക് ഡൗട്ട് വരത്തില്ല. എല്ലാം അടങ്ങുന്നൊരു ബുക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ അല്ലേ? യെസ്. അതിന് പുറമെ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു, ഈ പ്രാക്ടിക്കൽ കാര്യങ്ങളൊക്കെ നമുക്ക് സെൽഫായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കും നമുക്ക്. ക്ലിയർ അല്ലേ? ആഫ്റ്റർ 10 ഡേയ്സ് ക്ലാസ് കംപ്ലീറ്റ് ആയ ശേഷം നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, സെൽഫായിട്ട് ചെയ്ത് പരിശീലിക്കാനും സാധിക്കും. അതിനു വേണ്ടി ഒരു ഡെമോ സൈറ്റ് ഉണ്ട് അല്ലേ? ഒരു ഡെമോ സൈറ്റ് ഉണ്ട്. ആ ഡെമോ സൈറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ആഫ്റ്റർ പ്രാക്ടീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും സർട്ടിഫിക്കറ്റ്. ഓക്കെ അല്ലേ? മനസ്സിലായോ? അതിന് പുറമെ നമുക്ക് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരിൽ 10 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് കോഴ്സ് സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ അല്ലേ? യെസ്. അതിന് പുറമെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ്, നിങ്ങളുടെ കമ്പനിയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് GST ബന്ധപ്പെട്ട് വന്നാൽ നമുക്ക് ഫ്രീ ആയിട്ട് മന്ത്ലി വൺസ് നമുക്ക് ഒരു കൺസൾട്ടിങ് എന്ന രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് 1-to-1 ഞാനും നിങ്ങൾ തമ്മിൽ മാത്രമായിട്ടൊരു 1-to-1 കൺസൾട്ടിങ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അത് പ്രത്യേകം ചാർജ് വരത്തില്ല. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾ ജോയിനായി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അതിനുപരി ഞാൻ പറയുന്നു, നിങ്ങൾ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് ഈ പറയുന്ന 10 ഡേയ്സ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഞാൻ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയെടുത്ത് ചെയ്തു പോയാൽ ഉറപ്പായിട്ടും ഏതൊരു ബിസിനസ് സ്ഥാപനത്തിൻ്റെയും GST ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിച്ചെടുത്ത് സെൽഫായി ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉറപ്പായിട്ടും ഉണ്ടാകും. അതിലൊരു മാറ്റവും ഉണ്ടാവത്തില്ല. ക്ലിയർ അല്ലേ? യെസ്. സോ നമ്മുടെ കോഴ്സിന് ഫീ വരുന്നുണ്ട്. നമുക്ക് 3000 ഫീ വരുന്നത്. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് അതെന്ത് ചെയ്യാം, പേയ്മെൻറ്റ് ചെയ്ത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, സോ എൻ്റെ പേര് അരവിന്ദാണ്. എൻ്റെ നമ്പർ 8137835422 എന്നാണ്. ക്ലിയർ അല്ലേ? യെസ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ഡെമോ ക്ലാസ്സിൽ പറയാൻ വേണ്ടി ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഓക്കെ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിൽ നേരിട്ട് കാണാം. എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം ജോയിൻ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ, സോ ഓക്കെ, ബൈ.